നമുക്കൊപ്പം ഇപ്പോൾ ചൂരൽമല വാർഡ് മെമ്പർ നൂറുദ്ദീൻ ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, ഇന്നെന്തായാലും ദുരന്തത്തിന്റെ 4ാം നാൾ തിരച്ചിൽ കൂടുതൽ സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായ 6 സോണുകളായി തിരച്ചിൽ ആരംഭിക്കും എന്നാണ് സൈന്യമടക്കം അറിയിച്ചത്. ഒപ്പം ഈ ബെയിലിപ്പാലം തുറന്നതോടുകൂടി തിരച്ചിൽ കൂടുതൽ സുഗമാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്? ശരിക്കും ഇന്ന് പറഞ്ഞ പോലെ തന്നെ മൂന്നാല് ഈ വെള്ളം വന്നിട്ട് ദീപായി നിൽക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകൾ ഉണ്ട്. ആ ഭാഗത്ത് വെച്ചിട്ട് ഓരോ ഏരിയയിൽ മാറ്റി ആളുകളെ നിർത്തി തിരയാന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് ഇന്നലെ വൈകിട്ട് 4 മണി 5 മണിക്ക് ഹിറ്റാച്ചുകളും വന്നിട്ടുണ്ട്. അങ്ങനെ തിരയാന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇതില് ഓരോ സ്ഥലത്ത് മണ്ണുകൾ കൂടി കിടക്കുന്ന ഒരു 3-4 ഏരിയകളും കൂടെ അവിടെയും കൂടെ നമുക്ക് നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പുഞ്ചിരിമട്ടത്തെ ഈ ഒരു ഉൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് 2 ഹിറ്റാച്ചുകൾക്കെങ്കിലും അവിടേക്ക് പ്രവേശിക്കാൻ പോലും സാധിച്ചത്. അപ്പോൾ ഇന്ന് ഈ പുഞ്ചിരിമറ്റത്തായിരിക്കും അല്ലെ കൂടുതലായും തെരച്ചിൽ ഉണ്ടാവുക? താങ്കൾക്ക് അതിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അതെ, പുഞ്ചിരിമട്ടത്ത് ഒരു ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെ മകന്റെയും ബോഡി അങ്ങ് മോള് ഒരു വീട് ഒരു സ്ലാബായി അമ്പി കിടക്കുന്നുണ്ട്. അവിടെയും ഒരു 3-4 പോയിന്റ് അവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളെ ഡോഗിന്റെ ആളുകൾ വന്നിട്ട്. അപ്പൊ അവിടെയൊക്കെ ആണ് ഇന്നിപ്പോ പ്രത്യേകിച്ച് തിരയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ നൂറുദ്ദീൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇന്ന്